ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു പപ്പടം കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ തലേ ദിവസം തന്നെ 1 കപ്പ് പാല് തൈരാക്കി എടുത്തതാണ് കേട്ടോ. ഇത് നല്ല കട്ടിയുണ്ടായിരുന്നു. ഇത് ഇനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നമ്മൾക്ക് അധികം ടൈം വേണ്ട, അധികം മസാല വേണ്ട, മിക്സി വേണ്ട, ഒന്നും വേണ്ട. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരൊറ്റ കറി മതി കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത്, ഇതേ കട്ടിയിൽ തന്നെ വേണം കേട്ടോ. ഇനി ഇതിവിടെ അടച്ചു വയ്ക്കാം. ഇനി ഞാനിവിടെ പപ്പടമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പെട്ടെന്നൊക്കെ വീട്ടിൽ ഗസ്റ്റുകളോ അല്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോയി വരുന്നൊരു സമയത്ത് ചോറ് മാത്രം ഉള്ളെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സിമ്പിൾ കറിയാണ്. ഞാനിവിടെ ഒരു 4 പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പടത്തിൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോവരുത്. ഇനി ഈ ഒരു രീതിയിൽ ഇതിനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വളരെ കുഞ്ഞായിട്ട് മുറിച്ചെടുക്കണം. എന്നാലാണ് ഇത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് മുറിച്ചെടുക്കേണ്ടത്. ഞാൻ നീളത്തിലും കൂടെ അന്ന് അരിഞ്ഞ് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് വലിയൊരു സുഖം തോന്നിയില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 3 സ്പൂണോളം വെളിച്ചെണ്ണയും 1/2 സ്പൂണോളം കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കറിക്കൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഒത്തിരി മസാലകളൊന്നും തന്നെ ഇല്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. ഉലുവ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടം ഇട്ട് കൊടുക്കണം കേട്ടോ. പപ്പടം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ എണ്ണയിൽ മാത്രം വറുത്തെടുത്താൽ മതി, കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇതെല്ലാം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക ഇതിനെ. ഈ പപ്പടം വറുത്തെടുത്തിട്ട് ഇത് കറിയിലിട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ ഇതുപോലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നുണ്ട്, ഒരുപാട് കളർ മാറരുത്. ഇനി എരിവിനായിട്ട് ഞാനിവിടെ ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം. ചതച്ചെടുത്തിട്ടുള്ള ഉണക്കമുളകാണ് കേട്ടോ. ഞാൻ 1.5 സ്പൂണോളം എടുക്കുന്നുണ്ട്. പച്ചമുളകൊന്നും എടുക്കുന്നില്ല, കുരുമുളക് ഒന്നും തന്നെ ഇല്ല, ഇടിച്ചെടുത്ത ഉണക്കമുളകാണ്. 1.5 സ്പൂൺ ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ. ഉച്ചയ്ക്ക് ചോറുണ്ണാം. അപ്പോൾ നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ വളരെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ഒന്ന് മൂത്ത് വരണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് ചൂടായ കടായി ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം പെട്ടെന്ന് മൂത്ത് വരും. നല്ലൊരു മണം കൂടിയാണ്. ഇനി ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ ഉടച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈ തൈരിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണമാണ് കേട്ടോ. ഇതിങ്ങനെ ചെയ്ത് നോക്കിയാലാണ് ഇതിൻ്റെ രുചി അറിയുള്ളൂ. അപ്പോൾ ഈ ഉണക്കമുളകും പപ്പടവും വെളിച്ചെണ്ണയൊക്കെ കൂടെ ഇങ്ങനെ മൂത്ത് വരുന്നൊരു മണം നല്ല കിട്ടിലും രുചിയാണ് കേട്ടോ. വേറെ ഒന്നും വേണ്ട. ഈ ചോറിൻ്റെ കൂടെ അച്ചാറോ വേറെ കറികളൊന്നും വേണ്ട. നമുക്ക് നല്ല ചോറ് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ കോരിയെടുക്കാം. പകുതി പപ്പടം പകുതി തൈരുമായിട്ട്. പിന്നെ ഇതിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഉപ്പ് സൂക്ഷിച്ചിടണം. പപ്പടത്തിൽ നമ്മൾ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട്. പക്ഷേ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണോളം ഉപ്പ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് വല്ല ഗസ്റ്റുകളൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് വീട്ടിലൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ വേറെ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുക. ഇത് മുഴുവനായിട്ടും ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ തൈരും പപ്പടവും ഈ മസാലയൊക്കെ ഇങ്ങനെ മിക്സായി വരുന്ന രീതിയിൽ തന്നെ ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒത്തിരി ഉപ്പ് ആദ്യം തന്നെ ഇടരുത് കേട്ടോ. പപ്പടത്തിൻ്റെ കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് തൈരിലുണ്ടാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എത്ര അറിയാത്തവർക്കും വലിയ അളവൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.